ഓടയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഒരു ജലത്തുള്ളിയുടെ കഥയാണ് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. താങ്കൾക്ക് എന്നെ ഓർമ്മയുണ്ടാകുമോ? കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ആദ്യവും അവസാനവുമായി കണ്ടുമുട്ടിയത്. നിങ്ങളുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അലക്കുവാൻ ഉപയോഗിച്ച വെള്ളത്തിലെ ഒരുവനാണ് ഞാൻ. എൻ്റെ പേര് ജലത്തുള്ളി. പിണക്കം തോന്നല്ലേ? കുറ്റപ്പെടുത്തുവാനല്ല. ഇന്ന് രാവിലെ വരെ ഞാൻ വലിയ കഷ്ടത്തിലായിരുന്നു. വേണ്ട കേട്ടോ, എന്നെ ഇനിയും നശിപ്പിച്ച് കളയരുതേ. ഒരല്പസമയം ഞാൻ പറയുന്നതൊന്ന് കേൾക്കുമോ? ഇതെൻ്റെ പുതിയ ജനനമാണ്. ദുർഗന്ധം വമിച്ച് കിടന്ന അഴുക്ക് ചാലിലേക്ക് എന്നെ ഒഴിച്ചു കളഞ്ഞപ്പോൾ വലിയ സങ്കടം തോന്നി. വൃത്തിഹീനമായ ഓടയിലൂടെയുള്ള എൻ്റെ യാത്ര ഞാൻ പ്രതീക്ഷിക്കാതെയും ആഗ്രഹിക്കാതെയും ഇരുന്നിട്ടും എനിക്ക് വന്നു ചേർന്നതാണ്. എല്ലാം നഷ്ടമായി ഒഴുകിപ്പോകുമ്പോൾ ഇടയ്ക്കുള്ള കൂർത്ത പാറകളിൽ തട്ടി പരുപരുത്ത ചുവരുകളിൽ ഇടിച്ച് വേദനിച്ചുള്ള യാത്ര. ഈ യാത്ര എങ്ങോട്ടാണ്? ഇത് എവിടെ അവസാനിക്കും? ഒന്നും അറിയില്ല. എനിക്ക് മുന്നേ പോകുന്നവരാരും തിരികെ വരുന്നതുമില്ല. പിന്നെ എങ്ങനെയാണ് ഇതൊന്നും അറിയുക? വയ്യ, തളരുന്നു. ആരും കൂട്ടിനില്ല. അമ്മേ, ദാ വലിയൊരു ചാൽ വന്നിറങ്ങുന്നു. അതിൽപ്പെട്ടാൽ ആപത്തു തന്നെ. ചീഞ്ഞു നാറുന്നു. എനിക്കാകെ മാനസിക നില തെറ്റുന്നത് പോലെ. പെട്ടെന്ന് ഒരു കടലാസ് എന്നെ വന്നു തട്ടി. കൈക്കുമ്പിളിൽ എന്ന പോലെ എന്നെ അതിൻ്റെ മുകളിൽ വെച്ചു. ഞാൻ തിരക്കി, നീ എങ്ങോട്ട് പോകുന്നു? നിന്നെ ആരാ ഈ അഴുക്ക് ചാലിലേക്ക് കളഞ്ഞത്? കടലാസ്: എന്നെ ഇങ്ങോട്ട് അയച്ചത് സ്നേഹവാനായ ദൈവമാണ്. ഞാൻ വളരെ നിസ്സംഗതനായി പറഞ്ഞു. സ്നേഹവാനായ ദൈവം നിന്നെ ഇതിൽ നിന്ന് രക്ഷിക്കുകയല്ലേ വേണ്ടത്? കടലാസ് ഇത് കേട്ട് വളരെ സൗമ്യനായി പറഞ്ഞു. കുഞ്ഞേ, നിനക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. ദൈവത്തെക്കുറിച്ച് അറിയാമെങ്കിൽ ഇങ്ങനെ ഒന്നും പറയുകയില്ലായിരുന്നു. ദൈവം നിന്നെയും എന്നെയും ഈ ലോകത്തെയും ഒക്കെ സ്നേഹിക്കുന്നു. എന്നാൽ ആരും ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നില്ല. ദൈവം കരുണയും ദയയും ഉള്ളവനാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ഏതൊരുവനും നാശത്തിൽ കിടക്കുന്ന അവരുടെ ജീവൻ രക്ഷിക്കുവാനായി സ്വന്തം ജീവൻ നൽകും. നമ്മെ സ്നേഹിച്ച ദൈവവും ഇതുതന്നെയാണ് ചെയ്തത്. ഇന്നലെ ദൈവത്തെ വേണ്ടാത്ത ഒരു വ്യക്തി എന്നെ ചുരുട്ടി ചാലിലേക്ക് എറിഞ്ഞതാണ്. എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടായാലും മറ്റൊരാളെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള കൃപ തരണമേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. നിന്നെ രക്ഷിക്കാനാണ് ദൈവം എന്നെ ഇവിടെ ആക്കിയത്. എനിക്കത് കേട്ടപ്പോൾ വളരെ ദേഷ്യം തോന്നി. മരിച്ചുകൊണ്ടിരിക്കുന്ന അവനാണ് എന്നെ രക്ഷിക്കുമെന്ന് പറയുന്നത് വല്ലാത്ത തമാശ തന്നെ. എങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ നിറഞ്ഞു നിന്നതിനാൽ ഉള്ളിലെ കോപം മറച്ചു പിടിച്ച് ഞാൻ ചോദിച്ചു, രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം? ഉടനെ കടലാസ് പറഞ്ഞു, നിന്റെ മനസ്സിലെ ചിന്ത ഞാൻ എങ്ങനെ നിന്നെ രക്ഷിക്കുമെന്നല്ലേ. എനിക്ക് നിന്നോട് രക്ഷയ്ക്കുള്ള മാർഗം പറഞ്ഞു തരാനേ സാധിക്കൂ. നിനക്ക് രക്ഷപ്പെടാനുള്ള ഒറ്റ മാർഗം ദൈവം പറയുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഒരു മനുഷ്യനും മറ്റൊരാളെ നാശകരമായ നിത്യമരണത്തിൽ നിന്നും വിടുവിക്കാൻ കഴിയില്ല. എന്നാൽ നമുക്ക് രക്ഷ തരുന്ന ഒരു നാമമുണ്ട്. ഒരു പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നീ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാകും. എങ്കിലും ഈ സമയം വളരെ വിലപ്പെട്ടതാണ്. ആയതിനാൽ നിന്നിലുള്ള ഈ വേണ്ടാത്ത ചിന്തകളൊക്കെ മാറ്റി നീ ഇത് കേൾക്കണം. വീണ്ടും അടുത്ത ചാലുകൂടി ഒഴുകിയെത്തി. അയ്യോ, എല്ലാം തകർന്നു. എനിക്കൊന്നും പറ്റിയില്ലല്ലോ. എന്താ ഇവിടെ ഇപ്പൊ സംഭവിച്ചത്? കടലാസിനെ മൂടി പിടിച്ചിരിക്കുന്നു. പാപം. ചപ്പുചവറുകൾ വന്നിടിച്ച് കടലാസ് ഒരു കോലമായി. എന്നിട്ടും സന്തോഷത്തോടെ എൻ്റെ മുഖത്തേക്ക് നോക്കി രക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ പറയുവാനുള്ള തിടുക്കം ഞാൻ കണ്ടു. ഇന്ന് ഭൂമിയിൽ നാം കാണുന്നതും കാണപ്പെടാത്തതുമായ എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. സൂര്യനും ചന്ദ്രനും ആകാശവും മരങ്ങളും എന്നിങ്ങനെ എല്ലാ ജീവജാലങ്ങളും ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച് ഉണ്ടാക്കി. എന്നാൽ മനുഷ്യനെ നിലത്തെ പൊടി കൊണ്ട് നിർമ്മിച്ചു. അതിനുശേഷം ദൈവം ജീവശ്വാസം മനുഷ്യന്റെ മൂക്കിലേക്ക് ഊതി ആത്മാവിനെ പകർന്ന് ജീവൻ കൊടുത്തു. ദൈവം സൃഷ്ടിച്ചതിനെല്ലാം അവകാശിയുമാക്കി വെച്ചു. ഏത് ലക്ഷ്യത്തിലെത്തുവാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവോ ആ ലക്ഷ്യം പൂർത്തീകരിക്കാതെ മനുഷ്യൻ തെറ്റിപ്പോയി. ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കേണ്ടുന്ന മനുഷ്യൻ ലക്ഷ്യം തെറ്റി പിശാചിൻ്റെ പക്ഷത്ത് ചേർന്നു. ബൈബിൾ പ്രകാരം പറയുന്നു,
ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ദൈവത്തോട് അനുസരണക്കേട് കാട്ടി സ്വർഗീയ ജീവിതത്തിൽ നിന്നും മനുഷ്യൻ താഴ്ചയുടെ മരണത്തിന്റെ പിടിയിലേക്ക് വീഴുകയാണുണ്ടായത്. എങ്കിലും ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നതിനാൽ നിത്യമരണത്തിന്റെ പിടിയിലായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം തന്നെ മനുഷ്യരൂപമായി യേശു എന്ന നാമത്തിൽ ഭൂമിയിൽ പിറന്നു. സാധാരണ ഒരു മനുഷ്യനെ പോലെ ഭൂമിയിൽ ജീവിച്ച് കഷ്ടങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച് പാപം കൂടാതെ ദൈവത്തിന് പ്രസാദമുള്ളത് മാത്രം ചെയ്തു ജീവിച്ചു. മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് തൻ്റെ രക്തം ചൊരിയേണ്ടുന്നത് ആവശ്യമായിരുന്നു. യേശു അനുഭവിച്ച കഷ്ടങ്ങൾ ഇന്നുവരെ മറ്റൊരു മനുഷ്യനും അനുഭവിച്ചിട്ടില്ല, ഇനി അനുഭവിക്കുകയുമില്ല. താൻ സ്നേഹിച്ചിരുന്നവരെല്ലാം തന്നെ തള്ളിപ്പറഞ്ഞു, കണ്ണുകൾ കെട്ടി തല്ലി, മുൾക്കിരീടം തലയിൽ ചൂടി, മുഖത്ത് തുപ്പി, തലക്കടിച്ചു, പരിഹസിച്ചു, ചമ്മട്ടിയും ചാട്ടവാറും കൊണ്ടുള്ള അടികൾ കൊണ്ട് വരഞ്ഞു കീറിയ ദേഹം, രക്തച്ചാലുകൾ മുഖത്ത്, അടികൾ കൊണ്ട് ചതഞ്ഞു ചേർത്തിരിക്കുന്ന മാംസകഷ്ണങ്ങൾ തെറിച്ചു വീഴുന്നു. ആലോചിച്ചു നോക്കൂ, നീയാണെങ്കിൽ നിന്റെ ശത്രുവിനു വേണ്ടി യേശു സഹിച്ചതുപോലെ സഹിക്കുമോ? ഇഞ്ച ചതയുന്നത് പോലെ ചതയ്ക്കപ്പെട്ട ശരീരം ഒരു രക്തപണ്ടമായി നിൽക്കുന്നു. തന്നെ ക്രൂശിക്കുവാനുള്ള തടിയതാ അവന്റെ തോളിലേക്ക് കയറ്റിവെക്കുന്നു. യേശുവിന് തനിയെ നിൽക്കുവാനാകുന്നില്ല. അപ്പോഴാണ് എടുത്താൽ പൊങ്ങാത്ത തടിയും കൂടി ചുമപ്പിക്കുന്നത്. ഈ ചുമടുമായി തറയിൽ വീണും ചാട്ടവാറടി വാങ്ങിയും വലിഞ്ഞും വിഴഞ്ഞും നീങ്ങുകയാണ് യേശു. ക്രൂശിക്കേണ്ട സ്ഥലമായ മലമുകളിലെത്തി തൻ്റെ 2 കൈകളും ആണിയാൽ മരത്തോട് ബന്ധിക്കപ്പെട്ടു. കാലുകൾ രണ്ടും ചേർത്ത് കാരിരുമ്പാന് തുളച്ചു കയറ്റി. അന്തരീക്ഷത്തിൽ മരത്തോട് ചേർന്നിടക്കുന്ന ആ മാംസപിണ്ഡം ദൈവമാണ്. എന്റെയും നിന്റെയും പാപങ്ങളുടെ ശിക്ഷ ക്രൂശിൽ വഹിക്കുവാനായി യേശു ഇതെല്ലാം തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ഇതെല്ലാം സഹിച്ചത്. എനിക്ക് നിനക്ക് ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയാണത്. ഈ കഷ്ടങ്ങളെല്ലാം യേശു നമുക്കായി സഹിച്ചത്. ആ യേശുവിനെ ഒന്ന് നോക്കി, എന്തു സ്നേഹവാനും ക്ഷമയുമുള്ളവനാണവൻ. നിന്നെ വീണ്ടെടുത്തവനാണവൻ. നിന്റെ മരണത്തിന് ശേഷം നീ അനുഭവിക്കേണ്ടിയിരുന്ന കാര്യങ്ങളാണ് യേശു ഇവിടെ അനുഭവിച്ചു തീർത്തത്. അത് നീ തിരിച്ചറിഞ്ഞ് ഈ രക്ഷ ഇപ്പോഴേ കൈപ്പറ്റിയില്ലെങ്കിൽ യേശു നമുക്ക് വേണ്ടി ചെയ്തത് ഫലമില്ലാതാകുകയാണ്. നിന്റെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ക്രിസ്തു നിന്നെ ചേർക്കുന്നത് പോലെ ചേർക്കുമോ? ഇന്ന് നീ കാര്യമില്ലാതെ നശിക്കുവാൻ സാധ്യതയുണ്ട്. എനിക്കൊന്നുറപ്പാണ്, ഈ ലോകത്തിൽ എൻ്റെ ശരീരം മരിച്ചാലും യേശുവിനോടൊപ്പം ഒരു ജീവിതം എനിക്കുണ്ടാകും. ബൈബിൾ പറയുന്നു, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ഞാൻ ഈ മരണത്തിലൂടെ ജീവിക്കുകയാണ്. എന്നാൽ നീ ഒന്നാലോചിക്കൂ, യേശുവിനെ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ പോയാൽ നീ കുറച്ചു സമയം കൊണ്ട് തീയും ചൂടും കരച്ചിലും പല്ലുകടിയുമുള്ള സ്ഥലത്തേക്ക്, നിത്യ അന്ധകാരത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് വീഴും. അവിടെ രക്ഷയ്ക്കായി ആരും കാണില്ല. നിനക്കെന്തെങ്കിലും ചെയ്യുവാൻ കഴിയുന്നത് ഇപ്പോഴാണ്. പാപികളെ രക്ഷിക്കാനാണ് യേശു ലോകത്തിൽ വന്നത്. ക്രൂശിതനായി മരിക്കുകയും കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയവൻ ഇന്നും പാപത്തെ വെറുത്ത് എന്നാൽ പാപികളെ സ്നേഹിച്ച് ജീവനുള്ള ദൈവമായി നമ്മുടെ ഇടയിലുണ്ട്. ഇത്രയും കേട്ടിട്ടും നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. ഈ നാറുന്ന അവസ്ഥയിലും യേശു എന്നെ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ്. ഞാൻ നല്ല അവസ്ഥയിലായിരുന്നപ്പോൾ എനിക്ക് ദൈവത്തെ അറിയുവാൻ സാധിച്ചില്ലല്ലോ. മഹാപാപിയായ ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ മരണത്തിലേക്ക് വീഴുന്നു എന്നുള്ള അറിവിനേക്കാൾ എന്നെ ദുഃഖിപ്പിക്കുന്നത് ഇതുവരെ യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് അനുഭവിക്കുവാൻ സാധിച്ചില്ലല്ലോ എന്ന അറിവാണ്. ഞാൻ ഉറക്കെ നിലവിളിച്ചു, കടലാസേ, ഞാൻ എന്തു ചെയ്യണം? പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടുന്നത്? ദൈവവചനം ഇപ്രകാരം പറയുന്നു, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. നീ യേശുവിൽ വിശ്വസിക്കുക. ദൈവത്തോട് നിന്റെ അവസ്ഥകൾ പറഞ്ഞ് നീ വിളിച്ചപേക്ഷിക്കുക. ദൈവത്തിനല്ലാതെ മറ്റാർക്കും നിന്നെ ഇതിൽ നിന്നും വിടുവിക്കാൻ സാധ്യമല്ല. ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിർവഹിച്ചു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പിന്നീട് ശബ്ദമൊന്നും കേൾക്കാത്തതിനാൽ
ഞാൻ കടലാസേ കടലാസേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു. എന്നാൽ ഈർച്ചവാളാൽ ഒരു ശരീരം അറുക്കപ്പെട്ടതുപോലെ ആ കടലാസ് ഒരു പാറ വിളുമ്പിൽ തട്ടി കഷണം കഷണമായി കീറിച്ചിതറിപ്പോയി. എന്നെ രക്ഷിക്കാൻ ദൈവം അയച്ച കടലാസിന്റെ അന്ത്യം ഞാൻ നേരിൽ കണ്ടു. ആ കടലാസ് വചനമാകുന്ന യേശു ആയിരുന്നു എന്നുള്ള സത്യം എനിക്ക് ബോധ്യമായി. ഇത്രയും നേരെ എനിക്കൊരു മുറിവും പറ്റാതെ എന്നെ സംരക്ഷിച്ച് തനിയെ മുറിവും ചതവുമേറ്റത് എനിക്ക് വേണ്ടിയാണെന്ന് നേരിൽ കാണിച്ചു തന്നു. ഞാൻ പരവശനായി. എനിക്കാരുമില്ല, എനിക്ക് നിന്നെ വേണം, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്ക് പുതിയ ജീവൻ തരണമേ. ഹൃദയം വേദനിച്ചു കരഞ്ഞു. അല്പസമയം കഴിഞ്ഞു മനസ്സ് ശാന്തമായി. കൂട്ടിനാരോ കൂടെ ഉള്ളതുപോലെ. പ്രഭാതം വിടർന്നു വരുന്നു. അങ്ങ് ദൂരെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നൊരു മഞ്ഞുതുള്ളിയെ കണ്ടു. ഒരു നിമിഷം ഞാൻ ആഗ്രഹിച്ചു എനിക്കും ആ മഞ്ഞുതുള്ളിയെ പോലെയായി തീരണമെന്ന്. ഞാൻ വീണ്ടും ദൈവത്തെ വിളിച്ചു. കർത്താവേ, എൻ്റെ കുറവുകൾ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഈ കഷ്ടത്തിൽ നശിച്ചു പോകാൻ ഇടയാകില്ലേ. എന്നോട് ക്ഷമിക്കണമേ. നിന്നെക്കൊണ്ട് അസാധ്യമായതൊന്നുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. എൻ്റെ ഈ അഴുക്ക് ചാലിയ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തണമേ. എന്നെയും ആ മഞ്ഞുതുള്ളിയെ പോലെ പരിശുദ്ധമാക്കണമേ. സൂര്യൻ്റെ ചൂട് വർദ്ധിച്ചു വരുന്നു. പെട്ടെന്ന് ഭാരമില്ലാതായി തീരുന്നത് പോലെ എനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. നീരാവിയായി മാറി ഞാനിതാ പൊങ്ങിപ്പോകുന്നു. മരണത്തിൽ നിന്നും എന്നെ എൻ്റെ ദൈവം ഉയരങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ മഞ്ഞുപാളികൾക്കിടയിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു. എൻ്റെ അനുഭവം അറിഞ്ഞ് താങ്കൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? ഞാൻ രക്ഷപ്പെട്ടതിൽ സന്തോഷമാണല്ലോ. എന്നാലും ഹൃദയത്തിനൊരു നീറ്റലല്ലേ. മനഃപൂർവ്വം വേദനിപ്പിക്കാൻ എഴുതിയതല്ല. യേശു ക്രിസ്തുവിലൂടെ ഉള്ള രക്ഷ പ്രാപിപ്പാൻ താങ്കളെയും വിളിക്കുന്നു. ഞാൻ അഴുക്കുചാലിലെ ദുർഗന്ധത്തിലായിരുന്നത് പോലെയല്ലേ ഇന്ന് ജീവിതത്തിൻ്റെ പല ദുർഗന്ധങ്ങളിലും താങ്കൾ ഇരിക്കുന്നത്. ചെയ്യുന്നത് തെറ്റാണെന്നറിഞ്ഞിട്ടും ഇന്നും ആ തെറ്റുകളിലൂടെ സാഹചര്യങ്ങൾ തള്ളിവിടുമ്പോൾ താങ്കൾ വീണ്ടും വീണ്ടും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷിച്ചിരുന്ന ഒരു ദിനത്തിലാണ് ഞാൻ ആ അഴുക്കുചാലിലേക്ക് വീണത്. അതുപോലെയല്ലേ ഇപ്പോൾ നിങ്ങളുടെ ജീവിതവും? എൻ്റെ ലക്ഷ്യമില്ലാതുള്ള യാത്ര പോലെ നിങ്ങളുടെ ജീവിതവും ഇന്ന് ലക്ഷ്യമില്ലാതെ നീങ്ങുകയാണ്. കരിങ്കല്ല് കെട്ടിയ ബലമുള്ള കിണറ്റിനുള്ളിൽ സുരക്ഷിതനാണെന്ന അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. എന്നാൽ അത് തെറ്റിപ്പോയി. ബലമില്ലാത്ത ഒരു കടലാസിലൂടെയാണ് ഞാൻ സുരക്ഷിതനായത്. താങ്കൾ ഇന്ന് ചിന്തിക്കുന്നുണ്ടാകാം, പണം കൊണ്ടെല്ലാം നേടാമെന്ന്. അതിനായി ഈ ഭൂമിയിലുള്ള ആയുസ് നെട്ടോട്ടമോടി തീർക്കുമ്പോൾ അവസാനം മടുത്തുപോയ മനസ്സും രോഗം പിടിച്ചടക്കിയ ശരീരവും മാത്രമായിരിക്കും ബാക്കിയുണ്ടാകുക. എന്നാൽ താങ്കളുടെ മരണത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചേ. കൂടെ ആര് കാണും? ഇന്നുണ്ടാക്കിയതൊക്കെ ഇവിടെ കളഞ്ഞിട്ട് പോകാനേ സാധിക്കൂ. താങ്കളുടെ ശരീരത്തിലേക്ക് ആത്മാവ് വന്നതുപോലെ തന്നെ ദൈവത്തിങ്കലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ ഇന്ന് നിങ്ങളുടെ കുടുംബം, ജോലി, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാവരോടും നീതി പുലർത്തുന്നു. താങ്കളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനോട് നിങ്ങൾക്ക് ഒരല്പമെങ്കിലും കരുണ കാണിച്ചുകൂടെ? നിങ്ങൾക്ക് പണം കൊടുത്താൽ ഈ ലോകത്തിലുള്ള എന്തും കിട്ടും. പക്ഷേ ദൈവം രക്ഷദാനമായാണ് കൊടുക്കുന്നത്. താങ്കളുടെ ഉള്ളിൽ ഒരാത്മാവുണ്ട്. അത് ഒന്നാമത്തെ മനുഷ്യനായ ആദാമിനാൽ ഉണ്ടായ പാപത്തിൻ്റെ ഫലമായി നിങ്ങളുടെ ഉള്ളിൽ നിർജീവാവസ്ഥയിൽ കിടക്കുന്നു. ആ ആത്മാവിനെ അവസാനത്തെ ആദാമായ യേശു ക്രിസ്തുവിൽ ഉണർത്താൻ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്ന ആത്മാവിനെ ഉണർത്താൻ നിങ്ങൾ ആ ഹൃദയവാതിലൊന്ന് തുറന്നു കൊടുക്കൂ. നിങ്ങളോടൊപ്പം യേശു വസിക്കും. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു എന്ന് വചനം പറയുന്നു. താങ്കളൊന്ന് ചിന്തിച്ചേ. ഇന്ന് രണ്ട് കാലിൽ നിവർന്നു നിൽക്കുന്നതിനാൽ ആരുടെയും സഹായം വേണ്ട എന്ന് കരുതി തനിയെ ഭാരം ചുമക്കുകയല്ലേ? കുടുംബത്തിൽ സംതൃപ്തിയുണ്ടോ? ഒരു പക്ഷെ ബന്ധുക്കളാൽ വെറുക്കപ്പെട്ട് കുടുംബത്തിൽ സമാധാനമില്ലാതെ ശരീരത്തിൽ ഭാരപ്പെടുത്തുന്ന അസ്വസ്ഥതകളുമായി രോഗത്താൽ വേദനപ്പെട്ടു കഴിയുകയാണോ? ചെയ്തതൊക്കെ തെറ്റെന്ന് ബോധ്യം വരികയും ഇതിനാരും ക്ഷമ തരില്ല എന്ന് പറഞ്ഞ് തേങ്ങുന്നൊരു ഹൃദയം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? അതോ ആർക്കും നിങ്ങളെ മനസ്സിലാകുന്നില്ല എന്നാണോ? നിങ്ങളെ മനസ്സിലാക്കുവാനും ആശ്വസിപ്പിക്കുവാനും സ്നേഹസ്വരൂപനും സർവ്വവ്യാപിയുമായ ദൈവത്തിന് മാത്രമേ കഴിയൂ. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുവാനും നിങ്ങളുടെ ഹൃദയമുറിവുകൾക്കുമുള്ള വൈദ്യൻ ദൈവമാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മനുഷ്യനിൽ ആശ്രയം വെക്കാതെ ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. എൻ്റെ കാര്യം തന്നെ നോക്കൂ.
അവസാന സമയത്തെങ്കിലും എൻ്റെ മനസ്സിനൊരു വ്യത്യാസം വന്ന് കർത്താവിനെ സ്വീകരിച്ചതിനാൽ ഞാൻ രക്ഷപ്പെട്ടു. നിങ്ങളുടെ സമയം ഇതാണ്. അടുത്ത നിമിഷങ്ങൾ എന്തായിത്തീരുമെന്ന് ആർക്കും അറിയില്ല. വചനം ഇപ്രകാരം പറയുന്നു: നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവൻ്റെ സാക്ഷിയായിത്തീരും. ഇനി താമസിക്കുന്നതെന്ത്? എഴുന്നേറ്റ് യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വം ഞാനിപ്പോൾ അറിഞ്ഞിരിക്കുന്നു. പാപിയായ എന്നെയും കൂടി ശുദ്ധീകരിച്ച് അങ്ങയുടെ രാജ്യത്തിലാക്കണമേ. അങ്ങനിക്കായി തന്ന യേശുവിനെ ഞാൻ എൻ്റെ ആത്മാവിൻ്റെയും ദേഹിയുടെയും ദേഹത്തിൻ്റെയും ഏകരക്ഷകനും വീണ്ടെടുപ്പുകാരനും കർത്താവുമായി അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇനിമേൽ സാത്താൻ എൻ്റെ മേൽ യാതൊരു അവകാശവുമില്ലെന്ന് യേശുവിൻ്റെ രക്തത്താൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും ഞാൻ സ്വീകരിക്കുന്നു. ആമേൻ. സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.